എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണ എന്റെ ചെറുനാരങ്ങ മരത്തിന്റെ അടുത്താണ്. നമ്മുടെ ചെറുനാരങ്ങയുടെ ഒരു വിളവെടുപ്പ് കൂടിയാണെന്ന്, ഒരു ചെറിയ വിളവെടുപ്പാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ചെറുനാരങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഷം മുഴുവനും കായ്ക്കുന്ന ഒരു വെറൈറ്റി ആണ്. പിന്നെ മുള്ളു കുറവുള്ളൂ ചെടിമേല്, പിന്നെ കൊലകളായിട്ട് നന്നായിട്ട് തന്നെ കായ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ചെറുനാരങ്ങ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള ഒന്നാണുള്ള ചെറുനാരങ്ങ. നമുക്ക് ഇങ്ങനത്തെ ഒരു മരമൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ വിളവെടുത്തോണ്ടിരിക്കുക. പിന്നെ നമ്മൾ നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുനാരക മരം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണോട്ട് നടാനായിട്ട്. നമ്മളിവിടെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ടിരുന്നാണ്, പക്ഷെ നമ്മുടെ ചാമ്പട കമ്പൊക്കെ വന്നിട്ട് ഇപ്പൊ ചെറുനാരക മരത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. പിന്നെ ആ കമ്പുകളെല്ലാം തന്നെ നമ്മിപ്പോ വെട്ടി നിർത്തണം. അപ്പൊ നമ്മുടെ സൂര്യപ്രകാശമുള്ള കമ്പുമലാണ് ഇപ്പൊ ഈ ചെറുനാരങ്ങ കാഴ്ചവെക്കണ കണ്ട. അപ്പൊ എല്ലാവരും നടുമ്പോ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഒട്ടും തന്നെ പരിചരണം വേണ്ടാത്ത ഒരു ചെടിയാണ് ചെറുനാരകം. വേനൽക്കാലത്ത് നനച്ചില്ലെങ്കിൽ തന്നെ ഒരു കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. പിന്നെ ചെറുനാരങ്ങ പഴുത്ത കഴിഞ്ഞാൽ താഴേക്ക് കണ്ട ഇതേപോലെ താഴേക്ക് വീണ് കിടക്കും, പഴുക്കണതൊക്കെ. അപ്പൊ നമുക്കിത് എപ്പോഴും ചെറുനാരങ്ങ കിട്ടിക്കൊണ്ടിരിക്കുന്ന മരമാണ്. ഏത് സമയത്ത് വന്ന് നോക്കിയാലും നമുക്ക് ചെറുനാരങ്ങ പറിക്കാം. നമുക്ക് ചെറുനാരങ്ങ ഒന്ന് വിളവെടുക്കാം. കണ്ട ഇപ്രാവശ്യം കുറച്ച് വലിപ്പം കുറവാണ് ചെറുനാരങ്ങ കേട്ട. മഴകളൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച കാരണം, എന്നാലും ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ നാരങ്ങ കണ്ട. ഈ ചെറുനാരക മരത്തിന്റെ കമ്പുകളൊക്കെ അപ്പുറത്തേക്കൊക്കെ പോയേക്കണേണ്ട. അപ്പൊ അപ്പുറത്തേക്കൊക്കെ പോയ കമ്പുമേലൊക്കെ ചെറുനാരങ്ങ ഉണ്ട്. അവിടെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണല്ലോ. അപ്പൊ ഇത് കണ്ട, ഇതുമേൽ ഇപ്പൊ ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ട് കണ്ട. നമ്മ വിളവെടുക്കണുണ്ട്, ചെറിയ കായകളുണ്ട്. പിന്നെ ഫ്ലവറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറുനാരങ്ങ ഇനിയിപ്പൊ താഴെയും നമുക്ക് വീണെടുക്കണ്ട്, അതൊക്കെ പെറുക്കിയെടുക്കാം. കണ്ട ഇതേപോലെ പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ചെറുനാരങ്ങ താഴേക്ക് വീഴും. നമുക്ക് പഴുക്കണത് നമുക്ക് പറിച്ചില്ലേലും കുഴപ്പമില്ല. പിന്നെ കണ്ട ഈ കമ്പുമലൊക്കെ ഉണ്ടായിട്ട് ചെറുനാരങ്ങ. സൂര്യപ്രകാശമുള്ള സ്ഥലം നന്നായിട്ട് തന്നെ കായ്ച്ചാൻ വേണ്ട. ഇതേപോലെ നിറച്ച് കായ്ക്കണ ഒരു വെറൈറ്റിയാണ് ഇത്. നമ്മുടെ ചെറുനാരങ്ങ മരം തന്നെയാണ്, പക്ഷെ അതിന്റെ മുകളിലോട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പൊ പറിക്കാൻ കിട്ടൂല. അതിന്റെ മുകളിലോട്ടല്ല, സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് പോയ കമ്പുമലൊക്കെ ഇത് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ചെറുനാരങ്ങ ഉണ്ട്. അതാ മതിലിന്റെ പുറത്തേക്ക് പോയ കമ്പുമലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മ ആവശ്യത്തിന് മാത്രമാണ് നമ്മ വിളവെടുക്കണത്. നമുക്ക് എപ്പോഴും ചെറുനാരങ്ങ വിളയുന്നത് നമുക്ക് താഴെ വീണ് കിടപ്പുണ്ടാവും. അപ്പൊ നമുക്ക് ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടാ. കണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറുനാരങ്ങയാണ്. കണ്ട കുരുവൊക്കെ വളരെ കുറവുള്ളൂ. കുരു ഇപ്പൊ കാണുന്ന തന്നെ ഇല്ല ഈ ചെറുനാരങ്ങയിൽ. കണ്ട കുരു ഇല്ല, ഇതില് ചെറിയ ഒറ്റ കുരുവില്ല. കണ്ട കുരു കുറവുള്ളതാണ്. പക്ഷെ ചില ചെറുനാരങ്ങയിൽ ഒരു കുരുവൊക്കെ ഉണ്ടാവും. നമുക്ക് കടയിൽ നിന്ന് ഇത്രയും ചെറിയ ചെറുനാരങ്ങ മേടിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ, നിറച്ചു കുരുവായിരിക്കുള്ളൂ. നീരും ജ്യൂസൊക്കെ കുറവായിരിക്കുള്ളൂ, വെറും തോലും ആയിരിക്കുള്ളൂ. ഇത് കണ്ട തോലിനൊന്നും കട്ടില്ല. നമ്മ ഈ ചെറുനാരങ്ങ കാണുമ്പോൾ വിചാരിക്കും ഇത് കട്ടിയുള്ള തോലൊക്കെ ആയിരിക്കും, പക്ഷെ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളതാണ്. അപ്പൊ കുരുവും കുറവുള്ള ഒരു ചെറുനാരങ്ങ എണ്ണ ഇട്ട നമ്മുടെ ഈ ചെറുനാരങ്ങ. അപ്പൊ ചെറുനാരങ്ങ മരത്തിന്റെ കണ്ട നമുക്കിനി ഈ പ്രൂൺ ചെയ്ത് ചാമ്പട കമ്പ് മൊത്തം പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിലാണ് നമുക്ക് ആ കമ്പുമ്മലൊക്കെ നിറച്ച് ചെറുനാരങ്ങ കായ്ക്കുള്ളൂ. അപ്പൊ അങ്ങനെ നിർത്താനായിട്ടാണ്. പിന്നെ ചെറുനാരക മരം നിങ്ങൾ അധികം പ്രൂൺ ചെയ്യണ്ടട്ടാ, വല്ലാണ്ട് പ്രൂൺ ചെയ്യേണ്ട ഒരു മരമല്ല ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ. ചെറുനാരങ്ങ ഇങ്ങനെ കായ്ച്ചോളും കണ്ട, ചെറിയ ചെറിയ. പിന്നെ നമുക്ക് വർഷക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ കമ്പ് നട്ടാലും നമുക്ക് പിടിച്ചിട്ടോട്ടാ. നമ്മുടെ വീട്ടിൽ ഇപ്പൊ ചെറുനാരങ്ങ മരം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കമ്പ് ഒടിച്ച് നട്ട് കഴിഞ്ഞാലും മഴക്കാലത്ത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുകയും പെട്ടെന്ന് ചെറുനാരങ്ങ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ലെയർ ചെയ്ത തൈയൊന്നും വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നാരങ്ങ മരമൊക്കെ ഉള്ളവര് അത് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ കമ്പൊടിച്ച് നടുവല്ലോ, ചാമ്പകളും ഈ സമയത്തൊക്കെ ചാമ്പ നട്ടാലൊക്കെ കമ്പൊടിച്ച് നട്ടാൽ പിടിക്കും. അതേപോലെ നമ്മുടെ ചെറുനാരങ്ങയും പിടിച്ചിട്ടും. അപ്പൊ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള, ഈ മുള്ളു കുറവുള്ള, ഈ കുരുവൊക്കെ കുറവുള്ള ഒരു ചെറുനാരങ്ങയുടെ തൈ വീട്ടിൽ മേടിച്ച് നടണം. നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.